ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അത്താഴമൊക്കെ കഴിഞ്ഞു കിടന്നു, പിന്നെ കുറേ ലേറ്റായിട്ട് എഴുന്നേറ്റ്, പിന്നെ ഖുർആനൊക്കെ ഓതി ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെത്തിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി എന്താണെന്ന് കരുതിയാൽ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തു വെക്കും. അപ്പോൾ ഇതൊക്കെ അത്താഴത്തിന് കഴുകി വെച്ച പാത്രങ്ങളായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. ഞാൻ അത്താഴത്തിന് തന്നെ ചിക്കനും ചെമ്മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴുകിയ പാത്രങ്ങളൊക്കെ ഓരോന്നായി അതിൻ്റെതായ സ്ഥാനങ്ങളിൽ എടുത്തു വെക്കുന്നതാണിത്. ഞാൻ അതൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ കരുതുന്നത് ചെമ്മീൻ ചോറും അതുപോലെ സ്നാക്കായിട്ട് എഗ് ബോളും കോഴിയടയാണ്. മുൻപ് ഞാൻ ഇതുപോലെ കൂന്തൽ വെച്ചിട്ടുള്ള ചോറ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെമ്മീനെല്ലാം ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ചിക്കന് വേണം. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ വെള്ളത്തിലിട്ടതായിരുന്നു, അതൊക്കെ ഐസ് പോയിട്ടുണ്ട്. അതിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ചിക്കനും നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ചിക്കനിലുള്ള വെള്ളം തന്നെ അതിലേക്ക് ഇറങ്ങി വന്നോളും. അപ്പോൾ അതവിടെ ആവുന്നുണ്ട്. ഇനി ഞാൻ സ്നാക്കായിട്ട് കോഴിയട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കണം. ഞാൻ മധുരക്കോഴിയടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ആക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി കുറച്ച് ബദാം ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ ചേർത്താൽ മതി. ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നല്ലപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൽ അരിഞ്ഞു വെച്ച ബദാം ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതും ചേർത്തൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഈ മധുരക്കോഴിയുടെ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നത് നമ്മൾ റവ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ്. അതല്ലെങ്കിൽ തേങ്ങയും നമ്മൾ പരിപ്പും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന കോഴിയടൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അത് ഹസ്ബൻഡ് അതുണ്ടാക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ തേങ്ങയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിൻ്റെ ഇടയിൽ ആ പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എളുപ്പത്തിലുള്ള ഒരു ഫില്ലിംഗ് ആണിത്. ഞാൻ പറഞ്ഞ റവ വെച്ചിട്ടുള്ള കോഴിയട നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഒരു 3 ആഴ്ച വരെ കേടുകൂടാതെ നിൽക്കും. പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉമ്മാമി ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. നോമ്പ് ഫസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലായിരുന്നു. അപ്പോൾ ഇതാ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ചിക്കൻ അവിടെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സമയം കൊണ്ട് ഞാൻ കരുതി എഗ് ബോളാണെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിനുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും 2 പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയം ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒരു
മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതവിടെ നിന്നാവട്ടെ. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനുണ്ടല്ലോ, അതിലേക്ക് ഒന്ന് മസാല മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ല പോലെ അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി അതവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഈ ചെമ്മീൻ ചോറിനുള്ള മസാല ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും നമുക്ക് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. പിന്നെ അതിലേക്ക് പച്ചമസാലയ്ക്ക് വേണ്ട ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ഒക്കെ എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ പേസ്റ്റാക്കി വെക്കുക. ഇതിപ്പോൾ ഞാൻ മസാല ഒന്നും ഉണ്ടാക്കുന്നില്ല, അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കും. അപ്പോൾ ആദ്യമെല്ലാം റെഡിയാക്കി വെക്കുന്നതാണിത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചിക്കന് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മസാലക്കുള്ള സവാള ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അവിടുന്ന് കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഞാൻ ചെമ്മീൻ ചോറിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇഞ്ചി അതൊക്കെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കരുതി ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ സവാളയൊക്കെ നല്ലപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് തക്കാളിയും ഇട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ചെമ്മീൻ ചോറിനുള്ള മസാല ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് എൻ്റെ മസാല മറ്റേ ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് സവാളയൊക്കെ വഴറ്റിയിട്ടുണ്ടായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറുതായി ഞാൻ ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതവിടെ അടച്ച് വെക്കാം. അപ്പോൾ എഗ് ബോൾ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 2 പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് അതും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അങ്ങനെ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കോഴിയടക്ക് വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്ത് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി മാവൊക്കെ തയ്യാറാക്കുന്നത് പോലെ മാവ് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിനി ചെമ്മീൻ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയാണ്, ജീരകശാല റൈസ്, അതും എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് എല്ലാ സ്ഥലവും അടിച്ചു വരാൻ നിന്നു.
ഈ സമയം എൻ്റെ പൊട്ടറ്റോ അവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി പെട്ടെന്ന് തന്നെ അടിച്ചു വാരി എടുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. അങ്ങനെ ഇതാ കുളിച്ചു. പിന്നെ അത് കഴിഞ്ഞു നിസ്കരിച്ചു, കുറച്ച് ഖുർആനൊക്കെ ഓതി. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് ഇറങ്ങിയത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എഗ് ബോളിന് വേണ്ടിയിട്ടുള്ള 4 മുട്ട എടുത്തിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഇതാ പൊട്ടറ്റോ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഈ പൊട്ടറ്റോ പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൈവച്ച് ഇത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതല്ലെങ്കിൽ നമുക്കൊരു പാത്രത്തിലിട്ട് എല്ലാം ഒന്ന് അടച്ചെടുത്തിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ പൊട്ടറ്റോ എല്ലാം പൊടിച്ചത് ഇനി ഇതിലേക്ക് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു തവി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട തൊലി കളഞ്ഞെടുക്കണം. അങ്ങനെ ഇതാ മുട്ടയൊക്കെ തൊലി കളഞ്ഞ് അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പൊട്ടറ്റോ മസാല ഈ മുട്ടക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ ഞാൻ 4 മുട്ടയും ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കോഴിയട തയ്യാറാക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മാവ് കുഴച്ച് വെച്ചിരുന്നല്ലോ, അതൊന്നെടുത്ത് നമുക്ക് അതിനെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അതൊരു 3 ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്നും ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് നല്ല പോലെ അതൊന്ന് പരത്തിയെടുക്കണം. കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അങ്ങനെ ഇതാ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഒരു റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോഴിയടൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ പല്ലെടുക്കണം. പല്ലെടുക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് അതിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് ഇതിനാണ് നമ്മൾ പല്ലെടുക്കുക എന്ന് പറയാം. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, നോമ്പ് ഫസ്റ്റൊക്കെ കോഴിയട ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടി ഉമ്മാമയും ഉമ്മയൊക്കെ ഇത് പരത്തലും റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് തരുത്ത് മസാല ഫില്ല് ചെയ്തിട്ട് തരും. ഞങ്ങളിതുപോലെ ഞാനും എൻ്റെ അനിയത്തിയൊക്കെ കൂടിയിട്ട് ഇതുപോലെ പല്ലെടുക്കും. ഇതിന് പല്ലെടുക്കുക എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ അതൊന്നും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ചോറ് ഉണ്ടാക്കണം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അതൊന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെമ്മീൻ അവിടെ ഫ്രൈ ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി കോഴിയട പൊരിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും ഒഴിച്ച് കൊടുത്തു. അതും ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോഴിയട ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിലാണ് അത് നല്ല ക്രിസ്പിയായി കിട്ടും. അപ്പോൾ അത് അവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
ഈ സമയം എൻ്റെ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനെ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ചെമ്മീനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അത് വഴറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടെ അത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ സവാളയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില, പുതിനയില, തക്കാളി അരിഞ്ഞതും ഒക്കെ ഇട്ട് ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ സൈഡിൽ നിന്നും കോഴിയുടെ അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ അത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടികളൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് അതിൻ്റെ നീര് എടുത്ത് ഒഴിച്ച് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനുണ്ടല്ലോ അതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ചെമ്മീനൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം കെറ്റിൽ ചൂടാക്കിയിട്ടുണ്ട്. അതും ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഓൾറെഡി മസാലയിലും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച റൈസ് ഉണ്ടല്ലോ അതും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കോഴിയടൊക്കെ അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എഗ് ബോൾ ഉണ്ടല്ലോ അതിനെ ഒന്ന് മുട്ടയിൽ മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം, നമ്മുടെ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്ന പോലെ. അങ്ങനെ ഞാനതവിടെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം ഞാൻ റൈസ് ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ റൈസ് ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കണം. അങ്ങനെ എൻ്റെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഇനി നമുക്ക് നമ്മുടെ എഗ് ബോൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നേരത്തെ കോഴിയുടെ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെ നമുക്ക് ഈ എഗ് ബോളും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അതവിടെ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്ന് ജ്യൂസിനുള്ള ഇത് മിൻറ്റ് ലെമണേഡാണ് ഞാൻ കരുതി. അപ്പോൾ പുതിനയിലൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ഇലകൾ മാത്രം എടുക്കുന്നുണ്ട്. ഈ സമയം ഒരു ബാങ്ക് കൊടുക്കാനൊക്കെ ആവാറായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ പുതിന
അതിലൊക്കെ ഇതിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ ഈ സമയം മോന് വന്നിട്ട് അവന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും കൂടി ഹെൽപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പുതിനയില എടുത്ത് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊന്നുമില്ലാതെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അതൊന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളമാണ് ആദ്യം ചേർക്കുന്നത്. അത് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ജ്യൂസിനാവശ്യമായ വെള്ളവും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. അങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരു അരിപ്പയിലിട്ട് അത് ഞാൻ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ എഗ് ബോളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ മിൻറ്റ് ലെമണേഡ് അവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് വെച്ച എഗ് ബോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ അങ്ങനെ കട്ട് ചെയ്ത എല്ലാ എഗ് ബോളും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രലായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണിത്. അപ്പോൾ നല്ല ഭംഗിയില്ല അത് കാണാൻ. അപ്പോൾ അതവിടെ ആയ സമയത്ത് മോന് അതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് മോനും മോളും കൂടിയിട്ട് കൊണ്ടുവച്ച് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മിൻറ്റ് ലെമണേഡ് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഐസ് ക്യൂബ് ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. എനിക്കും കുട്ടിയൊക്കെ ഇടുന്നില്ല. അപ്പോൾ പിന്നെ ഇതാ നമ്മുടെ ഈ മിൻറ്റ് ലെമണേഡ് ഒഴിച്ചിട്ട് നമുക്കതും ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കാം. അപ്പോൾ ഞാൻ ചായക്കുള്ള പാലും അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തു, അതൊക്കെ തുടച്ചെടുത്തു. അപ്പോഴേക്കും എൻ്റെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ പോട്ടിലേക്ക് ഒഴിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹസ്ബൻഡും കുട്ടികളും കൂടി ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. ഞങ്ങൾ അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിച്ചു. പിന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൽ കാണിച്ച 3 റെസിപ്പീസ് എഗ് ബോൾ, കോഴിയട, ചെമ്മീൻ ചോറിൻ്റെ ഒക്കെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.